ഹായ്, ഇന്നത്തേതൊരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. ഞാനെപ്പോഴും എൻ്റെ റൂമിൻ്റെ ക്ലീനിങ് വീഡിയോ ആണ് ഇടാറുള്ളത്. ഇത് ഞാനിപ്പോൾ ക്ലീൻ ചെയ്യുന്നത് എൻ്റെ ഏട്ടൻ്റെ റൂമാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ ആ റൂമിലുള്ള അലമാര ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ട് അലമാരേൻ്റെ പൊസിഷൻ മാറ്റിയിട്ടു കേട്ടോ. അപ്പോൾ റൂമിലുള്ള ഈ ഒരു ഷെൽഫ് ഫ്രീ ആയി കിട്ടി. റൂമിലൊരു മേശയുണ്ട്, ആ മേശയിലാണ് കംപ്ലീറ്റ് മടക്കി വെച്ച തുണി ഇരിപ്പുള്ളത്. കാരണം അത് വെക്കാൻ വേറെ സ്ഥലമില്ല, അപ്പോൾ എല്ലാം അവിടെയാണ് കൊണ്ടുവച്ച് വെക്കാറ്. ഈ ഷെൽഫ് ഫ്രീ ആയതുകൊണ്ട് ഞാൻ കരുതി മേശയിലുള്ള തുണിയൊക്കെ അങ്ങോട്ടേക്ക് മാറ്റാമെന്ന്. ഫസ്റ്റ് ഞാൻ ഏട്ടൻ്റെ തുണികളൊക്കെ മടക്കി അങ്ങോട്ട് വെച്ച് ഇപ്പം ഞാൻ മടക്കുന്നത് അച്ഛൻ പണിക്കിടണ ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ. മുണ്ടും ഷർട്ടും ബനിയനും ഒക്കെ. ഷെൽഫിൽ ഏറ്റവും താഴെയായിട്ട് അച്ഛൻ്റെ കുറച്ച് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ എടുത്ത് മാറ്റാനായിട്ട് നിന്നില്ല, അതൊക്കെ അവിടെ തന്നെ നിന്നുകൊണ്ട് ഞാനത് കംപ്ലീറ്റ് ഒന്ന് മെസ്റ്റപ്പായി കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാനതെല്ലാം ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് ഒരൊറ്റ ഷെൽഫിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. റൂം ക്ലീൻ ചെയ്യാനായിട്ട് എൻ്റെ അമ്മ ചേച്ചി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയാണ് കുറേയൊക്കെ തുണികൾ മടക്കി തന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ജസ്റ്റ് അത് ഷെൽഫിലോട്ട് എടുത്ത് വെക്കേണ്ട പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മേശേൻ്റെ മുകളിൽ ഡ്രസ്സല്ലാണ്ട് കുറച്ച് മരുന്നിൻ്റെ കുപ്പിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് വേറെ സ്ഥലത്തോട്ട് വെച്ചു. പിന്നെ ഈ ഡ്രസ്സും കൂടെ എടുത്ത് വെച്ച് കഴിഞ്ഞ സമയത്ത് മേശ കംപ്ലീറ്റ് ഫ്രീ ആയി. ഇങ്ങനൊരു മേശേൻ്റെ ആവശ്യം ആക്ച്വലി ഈ റൂമിലില്ല. അപ്പോൾ ഞാനും അമ്മയും കരുതി ഇതൊന്ന് ജസ്റ്റ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ റൂമിൽ കുറേ സ്പേസ് കിട്ടും. അപ്പോൾ ഞാനും അമ്മയും കൂടെ ജസ്റ്റ് ആ മേശ എടുത്ത് വേറെ സ്ഥലത്തോട്ട് എടുത്തോട്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഷെൽഫിലുള്ള കംപ്ലീറ്റ് ഡ്രസ്സും മടക്കി കഴിഞ്ഞു. കണ്ടോ, ആ ഒരു മേശ മാറ്റിയപ്പോഴത്തേക്കും റൂമിൽ ഇത്രയും സ്പേസ് കിട്ടി. എന്നിട്ട് കട്ടിൽ തിരിച്ചിട്ടു കേട്ടോ. എന്നിട്ട് ഞാൻ ആ ബെഡിൽ കംപ്ലീറ്റ് പൊടി മാറ്റിയിട്ടുണ്ടായിരുന്നു. ക്ലീൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ബെഡിലുണ്ടായിരുന്ന വിരിയെടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് വിരിച്ചിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അപ്പം ഞാനത് ചേഞ്ച് ചെയ്യുന്നില്ല, അത് തന്നെയാണ് വിരിക്കുന്നത്. അപ്പോൾ ഫൈനൽ ടച്ചായിട്ട് ആ ഒരു വിരിയും കൂടെ വിരിച്ച് കഴിയുമ്പോഴത്തേക്കും റൂം കംപ്ലീറ്റ് ക്ലീൻ ആയിട്ടോ. എനിക്കെന്തായാലും ഈ റൂം ക്ലീൻ ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് ഈ ഒരു റൂം ക്ലീൻ ചെയ്യണമെന്ന്. ഇപ്പോഴാണ് അതിൻ്റെ സമയം കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇത് ജസ്റ്റ് ഒരു റൂം ക്ലീനിങ് പ്ലസ് റീസെറ്റ് വീഡിയോ ആണ്, അല്ലാതെ ഒരിക്കലും റൂം മേക്ക് ഓവർ വീഡിയോ അല്ല കേട്ടോ. അപ്പം നിങ്ങൾ അതിൻ്റെ ഈ വീഡിയോ ഒന്ന് പ്രതീക്ഷിച്ചാൽ മതി. ഞാൻ വലിയ രീതിയിലൊന്നും ഓവറായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. റൂമിലെ പെയിൻറ്റിലെ അഴുക്കൊക്കെ അതേപോലെ തന്നെ ഉണ്ട് അവിടെ. ഞാൻ ജസ്റ്റ് റൂം ക്ലീൻ ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് റൂമിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയാം കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ ഗായ്സ്, ലവ് യു ഓൾ, സീ യു നെക്സ്റ്റ് വീഡിയോ.